ആധുനിക മനുഷ്യന് പറവയെ പോലെ ആകാശത്തിലൂടെ പറക്കാൻ സാധിക്കുന്നു. മത്സ്യത്തെ പോലെ ആഴക്കടലിലൂടെ നീന്താൻ സാധിക്കുന്നു. പക്ഷേ മനുഷ്യനെ പോലെ രണ്ടു കാലിൽ ഭൂമിയിൽ കൂടെ നടക്കാൻ സാധിക്കുന്നില്ല. ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണ്. അധ്യാപകർ എന്നത് എന്തോ ഒരു വിശേഷപ്പെട്ട സാധനമാണെന്നുള്ള ധാരണയൊന്നും എനിക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ നടക്കുന്ന സമകാലീന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കും ആ ഒരു തോന്നൽ ഉണ്ടാകാൻ വഴിയില്ല. പുരോഗമനത്തിന്റെ മരക്കൊമ്പിൽ ഊഞ്ഞാലാടുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നത്? പാവയ്ക്ക പോലുള്ള ഈ കേരളത്തിൽ ഇന്നലെ നടന്ന ഒരു സംഭവം. ദിവസവും സമാനമായ രീതിയിൽ വടകരയിൽ നിന്നും ഒരു അധ്യാപികയെ പിടികൂടിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഈ ലഹരി ഇടപാട് കേസിൽ ഇടനിലക്കാരിയായി പ്രവർത്തിച്ച കീർത്തന എന്ന അധ്യാപികയെ പിടികൂടുന്നത്. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സഹപ്രവർത്തകയായ കാവ്യ എന്ന അധ്യാപികയുടെ പങ്ക് കൂടെ പുറത്തു വരുന്നത്. ഇവർ നേരിട്ട് ഈ ഇടപാടിൽ ബന്ധപ്പെടാതെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി പണം കൈമാറുകയാണ്. സമഗ്ര ശിക്ഷ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന BRC അഥവാ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ അധ്യാപനം നടത്തിക്കൊണ്ടുവന്ന അധ്യാപികമാരാണ് ഈ 3 പേരും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറായി പ്രവർത്തിച്ച KC കീർത്തന കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ MDMAയുമായി പോലീസിന്റെ കസ്റ്റഡിയിലായ വ്യക്തിയാണ്. പിന്നെ ഇന്നലെ K കാവ്യ, പേരൊക്കെ പൊളിയാണ്. അത് ഇന്നലെ പുള്ളിക്കാരിയെ വീണ്ടും ഇതേ കേസിന് ഇതേ MDMAയുമായിട്ട് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇന്ന് BP നിഷ്മ എന്ന് പറയുന്ന ടീച്ചർ ഇതേ കിടക്കുന്നു MDMAയുമായിട്ട് സെയിം കേസിൽ വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു. ഇവർക്ക് MDMA ലഹരി കടത്ത് മാഫിയയുമായിട്ട് വൻ ബന്ധമാണുള്ളത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി കോടികളുടെ ഇടപാട്, അതിൽ നിന്ന് ലഭിക്കുന്ന ലക്ഷങ്ങൾ കൊണ്ട് ഇവരുടെ ആഡംബര ജീവിതം സുഖലോലുപതയായിട്ട് ആറാടിക്കൊണ്ടിരുന്ന 3 പേർ. ഇനിയും ചികഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് പേര് വന്നേക്കും. എന്നാലും ഈ 3 കക്ഷികൾ ആഡംബരത്തിന്റെ അങ്ങേയറ്റം അറമതിക്കുമായിരുന്നു സമൂഹത്തിൽ. ഇവരുടെ പ്രൊഫഷനോ ടീച്ചർ. ഇനി ബാഹ്യ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ജയിലിൽ കിടന്ന് ആഹാരം കഴിക്കാം. ആഡംബരമൊന്നും ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇവരെ കുറിച്ച് മേലധികാരികൾ പറയുന്നത് ശേഷം കാവ്യക്കെതിരെ രക്ഷിതാക്കള് പരാതി ഉന്നയിച്ചിരുന്നു. അപ്പം നമ്മൾ അവിടെ പെട്ടെന്ന് ചെല്ലുകയും രക്ഷിതാക്കളുടെ അടുത്തുനിന്ന് പരാതി എഴുതി വാങ്ങുകയും ചെയ്തു. അതിനുശേഷം വൈകിട്ട് അവളോട് വിശദീകരണം ചോദിച്ചു. അപ്പം പറഞ്ഞത് അമ്മയ്ക്ക് ക്യാൻസറാണ്, ഭർത്താവ് ഡൈവോഴ്സ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പ്രയാസം ഉണ്ടായിട്ടാണെന്നാണ് പറഞ്ഞത്. ഇതിൽ കീർത്തനയായിട്ട് യാതൊരു ഇടപാടും അവൾക്കില്ല എന്നാണ് നമ്മളോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് റിമാൻഡ് ചെയ്തതായിട്ടുള്ള കാവ്യക്കെതിരെ കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്. അധ്യാപകർ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ നാളെയുടെ പൗരന്മാരാക്കാൻ, നാളെയുടെ ദിശാബോധമുള്ള തലമുറയാക്കാൻ, നല്ല സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിക്കുന്ന കൈകളാണ് ഈ അധ്യാപകർ എന്ന് പറയുന്ന ആ വിഭാഗം. ഇവരുടെ ഭാഗത്ത് തന്നെ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തീർത്തും ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ഭാവിയിൽ. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളവും ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയും അല്ലെങ്കിൽ മറ്റൊരു എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ള ഇപ്പം വൈദ്യരംഗത്തായാലും എല്ലാ മേഖലകളിലും ഇങ്ങനെ ഒരുപാട് അഴിമതികളും ഒരുപാട് ഘടകാരിസ്ഥിതകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാവിയാണ് നമ്മൾ ഏൽപ്പിക്കുന്ന അധ്യാപകരുടെ മഹത്വത്തെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്തെ നമുക്ക് രണ്ടായിട്ടൊന്ന് വിഭജിച്ച് നോക്കാം. ഒരു 20 വർഷം പിൻപോട്ടുള്ള ഒരു കാലവും 20 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാലവുമായിട്ട് നമുക്കൊന്ന് വിഭജിച്ച് നോക്കാം. 20 വർഷം മുൻപേ ഉള്ള അധ്യാപകരെ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ അധ്യാപനം എന്നുള്ളത് ഒരു തൊഴിലായിരുന്നില്ല. അവർക്ക് അവരുടെ ഒരു ജീവിതം തന്നെയായിരുന്നു ഈ അധ്യാപനം എന്ന് പറയുന്ന ആ ഒരു സമസ്യ. അവർ സത്യസന്ധത, വിനയം, അച്ചടക്കം എല്ലാം കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നില്ല. അവർ തന്നെ മാതൃകകളായി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിലൂടെ കുട്ടികൾ ആ ഒരു അറിവും അവർക്ക് വേണ്ട വിനയവും അച്ചടക്കവും സത്യസന്ധതയും ആ മൂല്യബോധവും എല്ലാം അവർക്ക് താനെ വന്നു ചേരുന്ന ആ ഒരു അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടാകുന്ന ഒരു സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ തക്ക ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതായിരുന്നു അത്. അവരൊന്ന് ദേഷ്യപ്പെട്ടാലോ, അവരൊന്ന് പുഞ്ചിരിച്ചാലോ, അവരൊന്ന് തലയിൽ തലോടിയാലോ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അല്ലെ ആ ഭയം, അല്ലെ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റി മറിക്കാൻ ഉതകുന്നതായിരുന്നു അത്. നമുക്ക് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ആ വാക്യം പോലെ മാതാവും പിതാവും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ബഹുമാനമുള്ളത് നമുക്ക് ആ അധ്യാപകർ തന്നെ ആയിരുന്നു. 20 വർഷത്തേക്ക് ഇപ്പുറം ഇന്നത്തെ അവസ്ഥയിലോട്ട് നമ്മളൊന്ന് നോക്കിയാലോ. വിദ്യാർത്ഥികളുമായി ഒരു ആത്മബന്ധവും കാത്തു സൂക്ഷിക്കാത്ത അധ്യാപകർ, അവർക്ക് വേണ്ട ഒരു മൂല്യബോധവും നൽകാത്ത അധ്യാപകർ. പക്ഷേ ഇതിൽ നിന്നൊക്കെ വിപരീതമായി ഒരുപാട് നല്ല അധ്യാപകരും ഇപ്പോഴും ഉണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ ഒരു കൂട്ടം ആൾക്കാരെ മാത്രം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് സംസാരിക്കുന്നത്. അവർ ആത്മബന്ധവും ഇല്ലാത്ത, കുട്ടികളുടെ മൂല്യബോധത്തെ വളർത്താൻ ഒരു കാര്യവും ചെയ്യാത്ത കുറേ അധ്യാപകരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ അധ്യാപനം എന്ന് പറയുന്നത് വെറും ഒരു തൊഴിൽ
ശമ്പളം കിട്ടാനുള്ള ഒരു ഉപാധി, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പാഠഭാഗങ്ങൾ പഠിപ്പിക്കുക എന്നതൊഴിച്ച് വേറെ ഒരു കമ്മിറ്റ്മെന്റും കുട്ടികളുമായിട്ടോ കുട്ടികളുടെ രക്ഷാകർത്താക്കളുമായിട്ടോ ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ, അധ്യാപകരെന്ന് വിളിക്കുന്ന, നമ്മൾ വിളിപ്പേരിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതിനപ്പുറത്തോട്ടൊന്നും എനിക്കതിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു 20 വർഷം മുന്നോട്ട് പോയാലോ? 20 വർഷം കഴിഞ്ഞുള്ള ആ അധ്യാപകരെയും കുട്ടികളെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദൈവത്തിന് പോലും പിടികിട്ടത്തില്ല അന്നേരത്തെ അവസ്ഥ എന്തുമായിരിക്കും, എത്ര ഭീകരമായിരിക്കും ആ കാലഘട്ടത്തിലെ ആ അധ്യാപക വിദ്യാർത്ഥി ആത്മബന്ധം. നിങ്ങളൊന്ന് ആലോചിച്ച്, വിദ്യാർത്ഥികളെ മയക്കുമരുന്നിൽ നിന്നും ലഹരി മാഫിയയിൽ നിന്നും സംരക്ഷിക്കേണ്ട ആ അധ്യാപകർ ഇപ്പോൾ അത് വിൽപ്പന നടത്തുന്നു. കുട്ടികൾക്ക് മാതൃകയാകേണ്ട, അവരെ പാഠപുസ്തകം ചൊല്ലിപ്പഠിപ്പിക്കേണ്ടവർ ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഞെട്ടിക്കുന്ന വാർത്തകളിലെ മുഖചിത്രങ്ങളായി മാറുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപോയ VDS വിദ്യാർത്ഥി നിതിൻ രാജിനെ പോലുള്ള വിദ്യാർത്ഥിയുടെ വരെ മരണത്തിന് കാരണമായത് ഇതേ അധ്യാപകർ തന്നെയാണ്. ആ അധ്യാപകരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ്. ലഹരി ഉപേക്ഷിക്കുവാനും ആക്രമണങ്ങളിൽ നിന്നും കുട്ടികളെ നേർവഴിക്ക് നയിക്കാനും നിയോഗിക്കപ്പെട്ട നിങ്ങളോട് ആ വിദ്യാർത്ഥികൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ ഇപ്പോഴേ ചോദിക്കുകയാണ്. നാളെ ആ വിദ്യാർത്ഥികൾ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ ലഹരിയുടെ ഉപയോഗം നിർത്തൂ, നിങ്ങൾ അതിന്റെ വിൽപ്പന നിർത്തൂ, നിങ്ങൾ ആദ്യം ആക്രമണങ്ങൾ നിർത്തൂ, എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കൂ എന്ന് നിങ്ങളുടെ മക്കളുടെ സ്ഥാനത്ത് കാണേണ്ട ആ വിദ്യാർത്ഥികൾ നിങ്ങളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ചോദിക്കേണ്ട ആ അവസ്ഥയെ ഈ സാക്ഷര കേരളത്തെ കൊണ്ടെത്തിക്കരുത്. ഇതെന്റെ അപേക്ഷയാണ്.